Hi guys, and welcome to today's video. ഇന്ന് നമ്മുടെ മണിപ്പൂർ ഇഷ്യൂ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ദ പാരഡോക്സ് ഓഫ് ദ അപ്രോച്ച് ടു ദി മണിപ്പൂർ ഇഷ്യൂ. ഫസ്റ്റ് വിൽ ലുക്ക് ഓൺ ടു ദ പ്രിലിംസ് റിലവൻസ് ഓഫ് ദിസ് ടോപ്പിക് വിച്ച് ഈസ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് അണ്ടറിൽ വരുന്നതാണ് GS പേപ്പർ 1. അതേപോലെ മെയിൻസിൽ GS 3 വരുന്നതാണ് സെക്യൂരിറ്റി ചാലഞ്ചസ് ആൻഡ് ദെയർ മാനേജ്മെൻറ്റ് ഇൻ ബോർഡർ ഏരിയാസ്. നമുക്ക് ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കാം. മണിപ്പൂർ നമുക്കറിയാമല്ലേ, ഒരുപാട് നാളായിട്ട് ടി വിയിലും ന്യൂസിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ളൊരു സ്റ്റേറ്റാണ് മണിപ്പൂർ എന്നുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതിന് 250ഓളം ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. ആൻഡ് തൗസൻഡ്സ് ഹാവ് ബീൻ ഫോഴ്സ് ടു ലീവ് ദെയർ ഹോംസ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വളരെ പുവർ കണ്ടീഷനിലാണ് അവിടെ താമസിക്കുന്നത്. ടെമ്പററി ഷെൽട്ടേഴ്സൊക്കെ ആയിട്ടാണ് അവരവിടെ കഴിയുന്നത്. ഈ ഒരു വയലൻസ് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നമ്മൾ പറഞ്ഞു 3 വർഷമായി ഈ ഒരു വയലൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിറ്റീസ് തമ്മിൽ. ആൻഡ് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതൊരു നാഷണൽ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ PM ഒന്നും മണിപ്പൂർ വിസിറ്റ് ചെയ്തിട്ടില്ല അല്ലേ. ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് അറ്റൻഷൻ ടു ദ ക്രൈസിസ്. അതേപോലെ ഇപ്പോൾ നമ്മുടെ പെഹൽഗാമിൽ ആ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായപ്പോൾ April 22 ദ നാഷണൽ റെസ്പോൺസ് വാസ് വെരി ക്വിക്ക്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ സൗദി അറേബ്യയിലുള്ള ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂ ഡീൽ ചെയ്യാൻ വേണ്ടി വന്നു. ഇങ്ങനെ സിമിലർലി ഒരു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. എപ്പോഴും ടെൻഷനാണ്, പക്ഷെ എന്നാലും there were tensions between India and Pakistan. The government gave that more importance than the ongoing crisis in Manipur. Okay, as a result, the political problems and suffering in Manipur have been mostly ignored by the national leadership. Next, നമുക്കൊരു the broader pattern of neglect in Northeast policy എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുക്കി മീറ്റി കോൺഫ്ലിക്റ്റ് മണിപ്പൂരിലുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതൊരു ഇറ്റ് ഈസ് മെയിൻലി അബൌട്ട് എത്നിക് ടെൻഷൻസ്, ലാൻഡ് റൈറ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ ഇവിടെ ഈ ഒരു മീറ്റീസ് എന്ന് പറഞ്ഞവർ അവരൊരു മേജർ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഇംഫാൽ വാലിയിൽ താമസിക്കുന്ന ഒരു മേജർ കമ്മ്യൂണിറ്റിയാണ് ഈ മീറ്റീസ് എന്ന് പറയുന്നവർ. ആൻഡ് അവർ പറയുന്നത് അവർക്കൊരു ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റാറ്റസ് അവർക്ക് കിട്ടണം ടു ആക്സസ് മോർ ബെനിഫിറ്റ്സ്. ഓക്കെ, കുക്കീസ് എന്ന് പറയുന്നവർ അവരവിടെ മലനിരകളിലൊക്കെ ജീവിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പ് പീപ്പിളാണ് ഈ ഒരു കുക്കീസ് എന്ന് പറയുന്നവർ. അവർ ഭയപ്പെടുകയാണ്. അതായത് ഈ ഒരു മീറ്റീസിന് അങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലാൻഡും അതേപോലെ ബാക്കിയുള്ള റിസോഴ്സസൊക്കെ മീറ്റീസ് എടുക്കുമോ എന്നുള്ളൊരു ഭയത്തിലാണ് അവരവിടെ കഴിയുന്നത്. ഫിയർ ഓഫ് ലൂസിങ് ദെയർ ലാൻഡ്സ് ആൻഡ് റൈറ്റ്സ് ഇഫ് മീറ്റീസ് ഗെറ്റ് ദി ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ്. അപ്പോൾ ഈ ഒരു ടെൻഷൻ ഒരു വയലൻ്റായിട്ട് മാറിയത് നമുക്കറിയാം 2023 മെയ് 2023 ഈ ഒരു ടെൻഷൻ കുറച്ച് വയലൻ്റായി മാറിയത്. ആൻഡ് ഇറ്റ് ലെഡ് ടു ക്ലാഷസ്, കില്ലിങ്സ് ആൻഡ് മാസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇനാക്ഷനും അതേപോലെ അവിടുത്തെ ആ ഒരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ ഒരു എത്നിക് ഡിസ്ട്രസ്റ്റും, ആ ഒരു ഡീപ്പ് റൂട്ടഡ് എത്നിക് ഡിസ്ട്രസ്റ്റും ഇറ്റ് ഹാവ് മെയ്ഡ് ദ കോൺഫ്ലിക്റ്റ് വെരി വേഴ്സ്. ഓക്കെ, ഈ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഡൽഹി usually looks at Manipur and Northeast mainly from a national security point of view or to strengthen political control. ഓക്കെ, അപ്പോൾ ഇവർ ഇങ്ങനൊരു വ്യൂവിലാണ് നമ്മുടെ ഈ ഒരു മണിപ്പൂരിനെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ കാണുന്നത്. ഓക്കെ, ഒന്ന് നാഷണൽ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവർ കാണുന്നത്. അതേപോലെ ആ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആ ഒരു ഫോം ഓഫ് വ്യൂവിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഈ ഒരു മണിപ്പൂർ ഇഷ്യൂവിനെ. കാശ്മീർ എന്ന് പറയുന്നത് നമുക്കറിയാം, കാശ്മീർ ഈസ് സീൻ ആസ് ആൻ മോർ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ബിക്കോസ് അത് പാകിസ്ഥാനിൽ നിന്നും അതേപോലെ ചൈനയിൽ നിന്നും നമുക്ക് ത്രെഡ്സ് ഉണ്ട് ആ ഒരു ഏരിയയിൽ അല്ലേ. കാശ്മീർ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് സീൻ ആസ് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ത്രെഡ് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ചൈന. പക്ഷേ ഈ ഒരു മണിപ്പൂർ എന്നുള്ളത് ഇറ്റ് ഡസൻ പോസ് എ ബിഗ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി ത്രെഡ് നൗ. 1960s 80s ഒക്കെ ഒരുപാട് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, പാസ്റ്റിൽ ഈ ഒരു 60s 80s കാലഘട്ടങ്ങളിൽ ഒരുപാട് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അവർ ട്രെയിൻ ചെയ്തത് പുറത്തുനിന്നുള്ള ആൾക്കാരുമായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ചില ആൾക്കാർ, അതായത് അവിടുത്തെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സിലുള്ളവരാണെന്നുണ്ടെങ്കിലും അതേപോലെ സെക്യൂരിറ്റി എക്സ്പേർട്സ് ആണെന്നുണ്ടെങ്കിലും
they tried to blame the recent violence on outside forces. ഓക്കെ, ഇവരൊക്കെ ബ്ലെയിം ചെയ്യുന്നത് ഔട്ട്സൈഡ് ഫോഴ്സസിനെയാണ്. ഇപ്പോൾ സെപ്റ്റംബർ 2024 ഇങ്ങനൊരു നമ്മുടെ ഒരു മണിപ്പൂരിന് ചീഫ് മിനിസ്റ്റർ, ആ പുള്ളിയുടെ ഓഫീസ്, അത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ക്ലെയിം ദാറ്റ് 900 കുക്കി മിലിറ്റൻസ് ഹാഡ് ക്രോസ് ദി സ്റ്റേറ്റ് ഫ്രം മ്യാൻമാർ. ഓക്കെ, മ്യാൻമാറിൽ നിന്ന് 900ഓളം ഈ ഒരു കുക്കി മിലിറ്റൻസ് നമ്മുടെ സ്റ്റേറ്റിലോട്ട് എൻ്റർ ആയി എന്നാണ് ഈ ഒരു മണിപ്പൂർ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസ് അന്ന് പറഞ്ഞത്, ഈ ഒരു സെപ്റ്റംബർ 2024. ബട്ട് നൗ മെനി ബിലീവ് ദാറ്റ് ദിസ് ക്ലെയിം വാസ് മോർ എ പൊളിറ്റിക്കൽ ടാക്ടിക്. ഓക്കെ, ഇതൊരു പൊളിറ്റിക്കൽ ടാക്ടിക് തന്നെയാണ്. ബിക്കോസ് അതായത് നമ്മൾ പറഞ്ഞു അവിടെ മെയിനായിട്ടുള്ളത് മീറ്റീസാണ്, അവരാണ് അവിടുത്തെ മേജർ കമ്മ്യൂണിറ്റി. അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇവർ കുക്കീസിനെ ബ്ലെയിം ചെയ്തു. ഓക്കെ, they blamed one group, the cookies, and gained support from the majority community. Okay, അപ്പോൾ ഈ ഒരു at the same time ആംഡ് വാലി ബേസ്ഡ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ്, ഓക്കെ, they have become active since May 3, 2023, and some of them are being used to help control law and order. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ആണല്ലേ. ഇറ്റ് റൈസസ് എ വെരി സീരിയസ് കൺസേൺ. ഓക്കെ, ഇങ്ങനൊരു ഇങ്ങനൊരു ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ കയ്യിൽ പവർ കൊടുത്തിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അവരാണ് ചില സമയങ്ങളിൽ അവിടുത്തെ ലോ ഓർഡറൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സം ഓഫ് ദം ആർ ബീങ് യൂസ്ഡ് ടു ഹെൽപ്പ് കൺട്രോൾ ലോ ആൻഡ് ഓർഡർ, വിച്ച് റൈസസ് എ വെരി സീരിയസ് കൺസേൺ. However, this issue is not being talked about much, even though it plays a big role in the conflict. So next we'll discuss about the buffer zone and the role of security forces. അപ്പോൾ നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ 2023 മെയ്യിൽ ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്തിട്ട് ഒരു ബഫർ സോൺ ഉണ്ടാക്കി. ഓക്കെ, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദി പാരാമിലിറ്ററി ഫോഴ്സസ് ടു സെപ്പറേറ്റ് ദീസ് മീറ്റി ആൻഡ് കുക്കി കമ്മ്യൂണിറ്റീസ്. സോ ഈ ഒരു മൂവ് ഈ ഒരു കൗണ്ടർ ഇൻസർജൻസി എഫേർട്ടിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു ഓപ്പറേഷനെ കൂടിയിട്ട് പറയാനുണ്ട്, ഓപ്പറേഷൻ ഓൾ ക്ലിയർ 2004 ഓപ്പറേഷൻ ഓൾ ക്ലിയർ. സോ ഇത് നടത്തിയത് ബേസിക്കലി ഇന്ത്യ അല്ല, നമ്മുടെ ഒരു ഭൂട്ടാൻ ആർമിയാണ്, റോയൽ ഭൂട്ടാൻ ആർമിയാണ്. ഇതൊരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. ഇവരുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ടു റിമൂവ് ഇന്ത്യൻ ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ്. അതായത് നമുക്കറിയാം ഭൂട്ടാൻ നോർത്ത് ഈസ്റ്റിൻ്റെ അടുത്ത ഒരു നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്നൊരു രാജ്യമാണല്ലേ. ആൻഡ് ടു റിമൂവ് ഇന്ത്യൻ ഇൻസർജൻറ്റ് ഗ്രൂപ്പ് ഹൈഡിങ് ഇൻ ഭൂട്ടാൻ നിയർ ദ ഇന്ത്യൻ ഭൂട്ടാൻ ബോർഡർ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പറേഷനായിരുന്നു ഈ ഒരു റോയൽ ഭൂട്ടാൻ ആർമിയുടെ ഓപ്പറേഷൻ ഓൾ ക്ലിയർ എന്നുള്ളത്. സോ ഈ ഒരു ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അവിടെ. അവർ ഈ ഒരു ഭൂട്ടാൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ആയിരുന്നു അവർ ഇട്ടുകൊണ്ടിരുന്നത്, ഇൻക്ലൂഡിങ് ആസാം ആൻഡ് മണിപ്പൂർ. ഈ ഒരു ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ക്യാമ്പ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റി. ആൻഡ് മിലിറ്റൻസ് വർ പുഷ്ഡ് ഔട്ട്. സോ ഇറ്റ് ഹെൽപ്ഡ് ഇന്ത്യ റിഡ്യൂസ് ഇൻസർജൻറ്റ് വയലൻസ് ഇൻ നോർത്ത് ഈസ്റ്റ് ഫോർ എ ടൈം. നോർത്ത് ഈസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് വയലൻറ്റ് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതിനെയൊക്കെ ചൈന ആ ഒരു ഏരിയയിൽ മുതലെടുക്കുന്നുണ്ടെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു മണിപ്പൂരിലെ ഈ 2023 ഉണ്ടായിരുന്ന ഈ ഒരു വയലൻസിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് ഒരു ബഫർ സോൺ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ടു സെപ്പറേറ്റ് ദ മീറ്റി ആൻഡ് കുക്കി കമ്മ്യൂണിറ്റീസ്. ഒരു വയലൻസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സെപ്പറേഷൻ അവിടെ എന്താണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഇറ്റ് ലെറ്റ് ദി ലോക്കൽ ആംഡ് ഗ്രൂപ്പ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു മീറ്റി കമ്മ്യൂണിറ്റിയാണ് അവിടെ മെയിനായിട്ടുള്ളത്, അവരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഏരിയയിലുള്ളത്. സോ ഇവർക്ക് അവരുടെ ഒരു ഏരിയ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ് അല്ലേ. സോ ആ ഒരു ലോക്കൽ ആംഡ് ഗ്രൂപ്പ്സ് അവിടെ പൊങ്ങി വന്നു, എസ്പെഷ്യലി ഒരു മീറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ. ഓക്കെ, സോ ഇത് പോലീസിൻ്റെയും ആർമിയുടെയും ആ ഒരു റോളിനെ എന്താ പറയുക, ദേ റെഡ്യൂസ് ദി റോൾ ഓഫ് ദി പോലീസ് ആൻഡ് ആർമി ഇൻ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ അണ്ടിൽ ദി പ്രോഗ്രസ് മെയ്ഡ് ബൈ ഏർലിയർ ഓപ്പറേഷൻസ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ഓൾ ക്ലിയറിനെ പറ്റി പറഞ്ഞു. ഇത് കംപ്ലീറ്റ് ആയിട്ട് അവിടെയുള്ള ആം ഗ്രൂപ്പ്സിനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഓപ്പറേഷൻ ഓൾ ക്ലിയർ കൊണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ബഫർ സോൺ ഉണ്ടാക്കി കമ്മ്യൂണിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ഇവർ വയലൻസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്തത്. ഓക്കെ, അവിടെ കൂടുതലായിട്ടുള്ള ആൾക്കാർ ആംഡ് ഗ്രൂപ്പ്സ് ഒക്കെ അവിടെ നിന്ന് പൊങ്ങി വന്ന് അവർക്ക് കൂടുതൽ പവറൊക്കെ ആയി അവരവിടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി.
So instead of keeping peace, the buffer zone allowed armed groups to return and act freely. So it weakened India's past efforts to fight insurgency in the region. സോ നമ്മൾ പറഞ്ഞു, നമ്മുടെ അമിത്ഷാ വന്നു 2023 മെയ്യിൽ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തു, കമ്മ്യൂണിറ്റീസ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ കൂടി ദിസ് മൂവ് ഹാസ് വീക്കൻഡ് ഏർലിയർ കൗണ്ടർ ഇൻസർജൻസി എഫേർട്സ് ലൈക്ക് ഓപ്പറേഷൻ ക്ലിയർ ഒക്കെ അത്യാവശ്യം ഓൾ ക്ലിയർ ഒക്കെ നല്ല വിജയമായിരുന്നു. ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പറേഷനിലൂടെ ആ ഒരു ദേ ഹാഡ് ക്ലിയർഡ് ഇൻസർജൻസ് ഫ്രം ദി വാലി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്റലിജൻസ് ആണ്. ഓക്കെ, നമ്മുടെ ആ ഏരിയയിലുള്ള ആ ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സോഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അല്ലേ? അതേപോലെ നമ്മുടെ ഈ ഒരു ടാക്ടിക്സ്, ഈ ഒരു കൗണ്ടർ ഇൻസർജൻസി ടാക്ടിക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അതേപോലെ ഈ ഒരു സെക്യൂരിറ്റി ഫോഴ്സസിനെയൊക്കെ കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യണം അവിടെ. അല്ലാണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ടാക്കിൾ ചെയ്യാൻ കഴിയില്ല അവിടെ. സോ നമ്മളിപ്പോഴും ഒരു പഴയ ഓൾഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ക്രിട്ടിക്സ് പറയുന്നത് അങ്ങനെയാണ്. ക്രിട്ടിക്സ് സേ ദാറ്റ് ഇന്ത്യ ഇസ് റിലൈയിങ് ഓൺ ഓൾഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഇൻസ്റ്റെഡ് ഓഫ് അപ്ഗ്രേഡിംഗ് ഇന്റലിജൻസ്, improving counter-insurgency tactics, or professionalizing security forces, making the situation more worse. So now we are gonna look into the obsolete security measures and arms proliferation. സോ ഈ ഒരു ടോപ്പിക്കിനായിട്ടുള്ള നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു വേലി പണിയണം. ഓക്കെ, വി ആർ പ്ലാനിങ് ടു ബിൽഡ് എ ഫെൻസ് അലോങ് ദി എൻറ്റയർ ഇന്ത്യ-മ്യാൻമാർ ബോർഡർ, ഓക്കെ, ഇൻക്ലൂഡിങ് മണിപ്പൂർ. അപ്പോൾ ഇന്ത്യ-മ്യാൻമാർ ബോർഡറിൽ മണിപ്പൂർ ഉൾപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു വേലി പണിയണം അത്രേ. ഈ വേലി പണിയാൻ വേണ്ടിയിട്ട് 31,000 കോടി വേണം, അത് വേറെ. സോ ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി അവിടെ ഈ മിസോ കമ്മ്യൂണിറ്റീസും നാഗ കമ്മ്യൂണിറ്റീസും ഒക്കെ ഉണ്ട്. സോ ഇവർ ഒരു എത്നിക് ഗ്രൂപ്പാണ്. ഇവർ ഈ ഒരു ബോർഡർ ഏരിയയിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു മതിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലീസ് ഒന്നാമത്തെ ഡിവൈഡ് ആവും, അവരുടെ കമ്മ്യൂണിറ്റീസ് സ്പ്ലിറ്റ് ആവും. ആൻഡ് നമുക്കിവിടെ ഒരു ആക്ട് ഈസ്റ്റ് പോളിസി ഉണ്ട്, അല്ലേ? നമുക്ക് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ആ ഒരു ടൈപ്പ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ട് ഈസ്റ്റ് പോളിസി ഉണ്ട്. ആൻഡ് ദിസ് വിൽ ഗോ എഗെയിൻസ്റ്റ് ഇന്ത്യാസ് ആക്ട് ഈസ്റ്റ് പോളിസി എന്നുള്ളതാണ്, വിച്ച് എയിംസ് ടു ഇംപ്രൂവ് ടൈസ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സോ ഇങ്ങനൊരു മണിപ്പൂർ കോൺഫ്ലിക്റ്റിൽ 6,000-ഓളം വെപ്പൺസ് ഈ മീട്ടി ഗ്രൂപ്പിലുള്ള ആൾക്കാർ ലൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4,000 വെപ്പൺസേ നമ്മൾ റിക്കവർ ചെയ്തിട്ടുള്ളൂ. ഇത് എവിടെ നിന്നാണെന്നറിയോ? ഈ ഒരു 6,000 വെപ്പൺസ് ഇവർ ലൂട്ട് ചെയ്തത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന്, പിന്നെ ആർമറീസ് നിന്ന്, അതേപോലെ മണിപ്പൂരിലുള്ള വേറെ സെക്യൂരിറ്റി ക്യാമ്പുകളിൽ നിന്നൊക്കെയാണ് ഇവർ ഈ സാധനങ്ങൾ ലൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവർ മീറ്റിയും കുക്കീസും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായപ്പോൾ ഈ മോബ്സും ആർമഡ് ഫോഴ്സസും ഒക്കെ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും സെക്യൂരിറ്റി പോസ്റ്റിലൊക്കെയാണ് കയറി ചെന്നത്. അവിടെ നിന്ന് വെപ്പൺസ് എടുത്തു, ഗൺസ് ലൂട്ട് ചെയ്തു, അമ്യൂണിഷൻ എടുത്തു, എക്സ്പ്ലോസീവ്സ് എടുത്ത്. ഓക്കെ, അതും AR സീരീസ് ഗൺസും കാർബൈൻസും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. സോ ദിസ് ഹാപ്പൻ മോസ്റ്റ്ലി ഇൻ ദി ഇംഫാൽ വാലി. ഓക്കെ, ആ ഒരു മീറ്റി മെജോറിറ്റി ഏരിയയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, സം ഹില്ലി റീജിയൻ. സോ these looted weapons were then used in ongoing violence, so making the conflict deadlier and harder to control. So the government has been trying to get these weapons back, but many are still missing. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു 6,000 വെപ്പൺസ് ഇവർ ലൂട്ട് ചെയ്തിട്ട് പോയി, അതിൽ 4,000 വെപ്പൺസേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരു ഫെബ്രുവരിയിൽ 2025 ഈ ഒരു വർഷത്തെ ഫെബ്രുവരി 27 ഒരു ഗ്രൂപ്പുണ്ട്, ഒരു അറംബൈ ടെങ്കോൾ എന്ന് പറഞ്ഞിട്ട്, ദേ ആർ അക്യൂസ്ഡ് ഓഫ് അറ്റാക്കിംഗ് കുക്കീസ്. അവരൊരു 246 വെപ്പൺസ് സറണ്ടർ ചെയ്തിട്ടുണ്ട് അവർ. ബട്ട് അതിൽ കൂടുതലും ലൂട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ അവരുടെ ഹോം മെയ്ഡ് വെപ്പൺസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, ലോ ക്വാളിറ്റി ഹോം മെയ്ഡ് വെപ്പൺസ് ആണ് അവർ സറണ്ടർ ചെയ്തത്. 246 വെപ്പൺസ് അവർ സറണ്ടർ ചെയ്തു. ഓക്കെ, 4,000 മിസ്സിംഗ് ആണ് കേട്ടോ. സോ ഈ ഗവൺമെൻറ് ഡെഡ് ലൈൻ വെച്ചു, അതായത് നിങ്ങൾ വെപ്പൺസൊക്കെ സറണ്ടർ ചെയ്യണം ഒരു ഫെബ്രുവരി 28 അല്ലെങ്കിൽ മാർച്ച് 6 അതിനുള്ളിൽ നിങ്ങൾ ഇത് സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 894 വെപ്പൺസ് തിരിച്ചു കിട്ടി. 894 വെപ്പൺസ് വർ ഗിവൺ ബാക്ക്. However, there was no serious follow-up. Okay, so many dangerous weapons are still missing. So now we'll look on to the way forward, like need for political reorientation.
ഇവിടെ നമുക്ക് പറയാനുള്ളത് ഫെബ്രുവരി 13-ന് ഈ ഒരു 2025 ഫെബ്രുവരി 13-ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഒരു പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തു. അവിടെ മണിപ്പൂരിൽ ഒരു പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നു. നിങ്ങൾ പോളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും പ്രസിഡൻസ് റൂൾ വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. And central government takes direct control of that state because the state government is not able to function properly. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാലോ. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ് കൊളാപ്സ് ആകുമ്പോൾ, അതായത് അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ റിവോൾട്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു ഗവൺമെൻറ് അവിടുത്തെ വീഴും അല്ലേ. സോ അപ്പോൾ പ്രസിഡൻസ് റൂൾ വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുകയാണ്, അതായത് സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അവിടെ നടന്നു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റൂള് വരാം. സോ ഈ ഒരു പ്രസിഡൻസ് റൂള് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് അസംബ്ലിക്ക് അവിടെ ഒരു റോൾ ഉണ്ടാവില്ല, അത് സസ്പെൻഡ് ചെയ്യപ്പെടും. അതേപോലെ ഇറ്റ് വിൽ ബി ഡിസോൾവ് ഇറ്റ് വിൽ ബി ഡിസോൾവ്. ഗവർണർ ആയിരിക്കും സ്റ്റേറ്റ് റൺ ചെയ്യുക. നമ്മുടെ ഒരു പ്രസിഡന്റിന്റെ ആ ഒരു ബിഹാഫിൽ ഗവർണർ സ്റ്റേറ്റ് റൺ ചെയ്യുന്നതായിരിക്കും. അതേപോലെ അവിടെ ഒരു ചീഫ് മിനിസ്റ്ററോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ദർ വിൽ നോ ഇലക്ടഡ് ചീഫ് മിനിസ്റ്റർ ഓർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സോ ദ സ്റ്റേറ്റ് ഈസ് റൺ ബൈ ഒഫീഷ്യൽസ്. ഗവർണറുടെ അണ്ടറിലുള്ള ഒഫീഷ്യൽസിന്റെ സൂപ്പർവിഷനിലായിരിക്കും ആ ഒരു സ്റ്റേറ്റ് റൺ ചെയ്യുക. സോ ദ പാർലമെന്റ് മേക്സ് ദ ലോ ഫോർ ദ സ്റ്റേറ്റ്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഈ ഒരു സ്റ്റേറ്റ് അസംബ്ലിക്ക് പകരം ആ ഒരു പാർലമെന്റ് ആയിരിക്കും അവിടെ നിയമം കൊണ്ടുവരിക. സോ ഇത് ഇനീഷ്യലി ഇതൊരു 6 മന്ത് വരെ പോവാം, 6 മന്ത് വരെ ആയിരിക്കും. പിന്നെ അത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, വിത്ത് അപ്രൂവൽ ഫ്രം പാർലമെന്റ് എവറി 6 months. So, President's rule means the central rule in a state when the elected government fails to run. So, ഈ ഒരു 2025 ഫെബ്രുവരിയിൽ അവിടെ ഒരു പ്രസിഡൻസ് റൂള് ഇമ്പോസ് ചെയ്തു. ഇത് ഇമ്പോസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റൂളിംഗ് പാർട്ടി ഉണ്ടായിരുന്നു, അവർ സ്പ്ലിറ്റായി. ഓക്കെ, അവർ സ്പ്ലിറ്റ് ആയതുകൊണ്ടും ഇനി ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കൊളാപ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു പ്രസിഡൻസ് റൂൾ കൊണ്ടുവന്നത്. സോ അതാണ് ഒരു ഗവൺമെന്റ് എടുത്തൊരു നല്ലൊരു തീരുമാനം അവസാനം. ഓക്കെ, ആ ഒരു ഡിസപ്രൂവിങ് ഓഫ് ദ ഓൺഗോയിങ് വയലൻസ് ഗവൺമെന്റ് കാണിച്ചത് ആ ഒരു ടൈമിലായിരുന്നു. ഓക്കെ, വെദർ ഇറ്റ് ഷോഡ് ദാറ്റ് ദി സെൻട്രൽ ഗവൺമെന്റ് വാസ് ഫൈനലി ഡിസപ്രൂവിങ് ഓൺ ദി ഓൺഗോയിങ് വയലൻസ് വെദർ ബൈ ദി ഗവൺമെന്റ് ഓർ എനി ടൈപ്പ് ഓഫ് എന്താ പറയുക ആംഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ മെയ് 3 നമ്മൾ പറഞ്ഞു ആ ഒരു ദിവസമാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതിനെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഇനി റിമെമ്പർ ചെയ്യുന്നത് പല രീതിയിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് റിമെമ്പേർഡ് ഈ ഒരു മെയ് 3 ഇറ്റ് ഈസ് റിമെമ്പേർഡ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. ചില ആൾക്കാർ ഇതിനെ കാണുന്നത് ഒരു സെപ്പറേഷൻ ഡേ ആയിട്ടാണ്. ചില ആൾക്കാർ ഇതിനെ കാണുന്നത് ആ ഒരു അന്നുണ്ടായ ആ ഒരു വയലൻസിനെ റിമെമ്പർ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ്. സോ ദിസ് ഷോസ് ഹൗ ഡീപ്പ് ദ ഡിവിഷൻ സ്റ്റിൽ ആർ. ഓക്കെ, ഇന്നത്തെ ഒരു സിനാരിയോ ആണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ അവരെ സെപ്പറേറ്റ് ചെയ്തൊരു ദിവസമായിട്ടും ചില ആൾക്കാർ ആ ഒരു വയലൻസ് അന്ന് ഒരു പൊട്ടിപ്പുറപ്പെട്ടൊരു ദിവസമായിട്ടാണ് മെയ് 3 കാണുന്നത്. ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്. സോ ഇറ്റ് ഷോസ് ഹൗ ഡീപ്പ് ദ ഡിവിഷൻ സ്റ്റിൽ ആർ. സോ ഈ ഒരു സിറ്റുവേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഗവൺമെന്റ് നീഡ്സ് ടു ഹോണസ്റ്റ്ലി ഇൻവോൾവ് ഓൾ കമ്മ്യൂണിറ്റീസ്. അല്ലെ, അവർ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റിനെ ബിൽഡ് ചെയ്തെടുക്കണം. ആൻഡ് ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ച് തന്നെ ഇവിടെ മാറ്റേണ്ടതായിട്ടുണ്ട്. സോ നോട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ പൊളിറ്റിക്സ്. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് പറയാനുള്ളത് അതാണ്. പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാതെ വി ഷുഡ് ആക്ച്വലി വർക്ക് ടു റീസ്റ്റോർ പീസ് ആൻഡ് മീറ്റ് റിയൽ നീഡ്സ്. ഓക്കെ, സോ ദാറ്റ് ബ്രിങ്സ് us ടു ദി എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. സോ നാളെ വേറെ ടോപ്പിക്കായിട്ട് വരാം. ബൈ, ഹാവ് എ നൈസ് ഡേ.